ഞാനും മൃത്യുലോകത്തേക്ക് പോവുകയാണ് എന്ന് അവിടെ താര പറയുന്നു. ഇങ്ങനെ പറഞ്ഞ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ അവിടെ വീണ്ടും പറയുന്നു, നീ ഇതൊക്കെ ചെയ്തല്ലോ, ബാണം ചെയ്ത് എന്നെയും കൊന്നിടുന്നു, എന്നെ കൂടെ നീ അമ്പ് ചെയ്ത് കൊന്നു, അങ്ങനെ ചെയ്താൽ നിനക്ക് കന്യാദാന ഫലം ലഭിക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗ്ഗലോകത്തേക്ക് പോകുമല്ലോ, അപ്പം നീ ഒരു സ്ത്രീയെ കൂടെ സ്വർഗ്ഗലോകത്തേക്ക് സംഭാവന ചെയ്തു, അവിടെ ഒരു അംഗസംഖ്യ കൂട്ടി ഒരു കന്യകയെ ദാനം ചെയ്ത ഫലം നിനക്ക് കിട്ടും, അതുകൊണ്ട് നീ എന്നെ കൂടെ ബാണം ചെയ്ത് കൊല്ലൂ എന്ന് ശ്രീരാമചന്ദ്രനോട് ഈ താര ഇങ്ങനെ പറയും. അപ്പോൾ താരയുടെ ആ രോഷപ്രകടനം, ആ വിഷാദം, അവളുടെ എന്താണ് രോഷാഗ്നിയും അതുപോലെ സങ്കടവും എല്ലാം കൂടി ചേർന്ന ആ ഭാവം, ഇതിനെ കണ്ടുകൊണ്ട് വളരെ ശാന്തനായി നിൽക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. താര കാണുന്നത് കോദണ്ഡ രാമനെയാണ്. അതായത് വലിയ ആ വില്ലൊക്കെ എടുത്ത് ആ ഭാര്യയുടെ ശവശരീരത്തിനടുത്തായിട്ട് നിൽക്കുന്ന ആ വില്ല് തറയിലൂന്നി നിൽക്കുന്ന അജാനുബാഹുവായ കോമളരൂപനായ ആ തേജോമയനായ ചേതോഹരനായ ആ സുന്ദര രൂപത്തെ കണ്ട താരയ്ക്ക് ഏറെ നേരം ആ രൂപത്തെ നോക്കി നിൽക്കാൻ സാധിക്കുന്നില്ല. ആ ദുഃഖം പതുക്കെ അടങ്ങുന്നു, അവിടെ രോഷമൊക്കെ അടങ്ങുന്നു. പതുക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ മന്ദഹാസം കണ്ടു കഴിഞ്ഞ താരയ്ക്ക് ഏറെ നേരം അങ്ങോട്ട് രോഷഭാവത്തിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, എന്തിന് ശോകം വൃഥ, എന്തിനാണ് നീ ഇങ്ങനെ വെറുതെ ദുഃഖിക്കുന്നത്? കേൾക്ക, നീ ബന്ധമില്ലേതും ഇതിന് മനോഹരേ, നീ ഇങ്ങനെ ദുഃഖിക്കുന്ന ഒരു കാരണമില്ല, ഇങ്ങനെ ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ഭർത്താവ് ദേഹമോ ജീവനോ? നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഈ കിടക്കുന്ന ദേഹമാണോ അതോ ജീവനാണോ? നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്. നമ്മളെന്ന് പറയുന്നത് ദേഹമാണോ ജീവനാണോ? ഇത് പുരാണങ്ങളിലെ ഒക്കെ ഒരു ആശയമാണ്. നമ്മുടെ തത്വ ഗ്രന്ഥങ്ങളിൽ, നമ്മുടെ എല്ലാ പുരാണ ഗ്രന്ഥങ്ങളിലെയും ഏറ്റവും ഈ ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് ആണോ ശരീരമാണോ സത്യം എന്നുള്ളത് നമുക്ക് എപ്പോഴും സംശയം ഉണ്ടാകുന്ന കാര്യമാണ്. അവിടെ താരയോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഭർത്താവ് ദേഹമോ ജീവനോ തന്നെ, പരമാർത്ഥം എന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ജഡം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ വെറും ഒരു ജഡമാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാം. കാഷ്ടതുല്യം, വെറും തടിക്കഷ്ണം പോലെയാണ്. ഇത് എപ്പോഴും നശിച്ചു പോകാം. പക്ഷേ ജീവൻ നിരാമയനാണ്, അത് നിത്യമായിട്ടുള്ളതാണ്, ഒരിക്കലും നാശമില്ലാത്ത ഒന്നാണ് ജീവൻ. ഈ നശിച്ചു പോകാൻ സാധ്യതയുള്ള ഈ ശരീരമല്ല, അതിനൊക്കെ ഉപരിയായിട്ട് അനശ്വരമായ, ഒരിക്കൽ പോലും നാശമില്ലാത്ത ഈ ജീവനാണ് സത്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ താരയെ ശ്രീരാമചന്ദ്രൻ വളരെയധികം തത്വോപദേശങ്ങൾ കൂടി ശാന്തയാക്കുകയാണ്. ആ ഉപദേശങ്ങളൊക്കെ തന്നെ വളരെ നീണ്ട ഉപദേശങ്ങളാണ്, വളരെയധികം തത്വങ്ങളടങ്ങിയ ആശയങ്ങളാണ്. അതൊക്കെ പറഞ്ഞു തീർക്കാൻ നമുക്ക് ഏറെ സമയം വേണം, അതിനൊക്കെ നമുക്ക് കടക്കുന്നില്ല. വളരെ നീണ്ട ഒരു ഉപദേശം, തത്വോപദേശങ്ങൾ, സഗുണോപദേശങ്ങൾ താരയ്ക്ക് ശ്രീരാമചന്ദ്ര മഹാപ്രഭു നൽകുകയാണ്. ഈ ഉപദേശങ്ങളൊക്കെ കേട്ട താര പെട്ടെന്ന് സാവകാശം അങ്ങനെ സമാധാനപ്പെടുന്നു. അവൾക്ക് മനസ്സിലായി തൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു ഈശ്വരൻ്റെ ഒരംശം മാത്രമാണ്. ആ ഒരു ചൈതന്യം ഈശ്വരനിലേക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ്. ആ ഭഗവാൻകൾ സാരൂപ്യം പ്രാപിച്ചിരിക്കുകയാണ്. ഇന്നലെ പറഞ്ഞു, സാരൂപ്യമെന്നും സാമീപ്യമെന്നും സായുജ്യമെന്നും സാരൂക്യമെന്നും ഒക്കെ പല പല ഭാവങ്ങൾ നമുക്കുണ്ട്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കും. ഭക്തന്മായ ആൾക്കാർക്ക് വിഷ്ണുവിൻ്റെ അതേ രൂപത്തിൽ പ്രവേശിക്കാം, അദ്ദേഹത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാം, അദ്ദേഹത്തിൻ്റെ സാമീപ്യം ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെ സായുജ്യം കിട്ടും. അങ്ങനെ സാരൂപ്യമെന്നും സാമീപ്യമെന്നും സാരോഗ്യമെന്നും സായുജ്യമെന്നും ഒക്കെ പറയുന്ന അവസ്ഥകൾ ഓരോ ഭക്തന്മാർക്കുണ്ടാകും. ഇവിടെ ഭാര്യ എന്ന തൻ്റെ ഭർത്താവിന് ഭഗവാന്റെ ലോകത്തിലേക്ക് പ്രവേശനം കിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് ക്ലേശിക്കാനൊന്നുമില്ല. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ തേജസ്സാർന്ന ആ ചൈതന്യവത്തായ രൂപം കണ്ടുകൊണ്ടാണ്, അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിക്കൊണ്ടാണ് തൻ്റെ ഭർത്താവ് മരിച്ചത് എന്നൊക്കെ മനസ്സിലാക്കിയ താര പതുക്കെ സ്വന്തം സമാധാന ഭാവത്തെ കൈക്കൊള്ളുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ, താരയോടുള്ള ഉപദേശമൊക്കെ കഴിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യണം. രാജ്യം അനാഥമായി കിടക്കുകയാണ്, രാജ്യം അനാഥമായി കിടക്കാൻ പാടില്ല. രാജ്യം അനാഥമായിരിക്കുന്നത് മാറി ആ രാജ്യത്തെ സനാഥമാക്കണം. ഇനിയിപ്പോൾ ഉള്ളത് സുഗ്രീവനാണ്. അതുകൊണ്ട് സുഗ്രീവനെ അഭിഷേകം ചെയ്യണം. സുഗ്രീവനോട് അരുൾ ചെയ്ത അനന്തരം അഗ്രജപുത്രനാം അംഗദൻ തന്നെയും മുന്നിട്ട് സംസ്കാരാദി കർമ്മങ്ങൾ ചെയ്യണം. നീ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിന്റെ ജ്യേഷ്ഠനായ ഈ ഭാര്യയുടെ സംസ്കാര കർമ്മങ്ങൾ ചെയ്യണം. ആ സംസ്കാര കർമ്മം ചെയ്യേണ്ടത് ആരാണ്? ഭാര്യയുടെ പുത്രനായ അംഗദനാണ്. അഗ്രജൻ്റെ ജ്യേഷ്ഠൻ്റെ പുത്രനായ അംഗദനെ മുൻനിർത്തിക്കൊണ്ട് ആ സംസ്കാരാദി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് മഹാരാജാവിന് തുല്യമായ എല്ലാവിധ
പദവികളും ബഹുമാനങ്ങളും ആദരവും ഒക്കെ നൽകിക്കൊണ്ട് എല്ലാവിധ ആഡംബരങ്ങളോടും കൂടി ഭാര്യയുടെ ശവശരീരം അവർ സംസ്കരിക്കുന്നു.